എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സദ്യ സ്പെഷ്യൽ ഒരു റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് മത്തങ്ങയും വൻപയറും ഉപയോഗിച്ചിട്ടുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വൻപയർ വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രം നമ്മൾ പൊടികൾ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ അത്യാവശ്യം വലിയ പീസുകളായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഈ പയറിലേക്ക് ഇട്ട് കൊടുത്തത്. നമ്മൾ പയറെടുത്തിരിക്കുന്നത് 1/2 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വൻപയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എരിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വൻപയറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പോരാതെ വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് തേങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. ഈ നല്ല ജീരകം കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ എരിശ്ശേരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പം ഞാനിവിടെ 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് പോലെ അല്ലെങ്കിൽ മഷി പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതിയാകും. അതാണ് ആ ഒരു ഓലൻ്റെ നല്ലൊരു ടേസ്റ്റിന് നല്ലത്. അപ്പം ഞാനിവിടെ തരിതരിപ്പായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 2 വിസിലാണ് കുക്കറിൽ കേട്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. ആ സമയം കൊണ്ട് തന്നെ മത്തങ്ങയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം മത്തങ്ങ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നതാണ് ഒരു കുറച്ചും കൂടെ നല്ലത് നമ്മുടെ എരിശ്ശേരിക്ക്. അപ്പോൾ ഇപ്പം മത്തങ്ങയൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ അരപ്പ് നമ്മുടെ വൻപയറിൻ്റെയും മത്തങ്ങയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എരിവ് നോക്കുക, മുളക് പൊടിയൊക്കെ പാകമാണോ, എരിവ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക. പാകമല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഉപ്പും ഒന്ന് നോക്കുക. ഉപ്പും പാകമാണെങ്കിൽ ചേർക്കേണ്ട, പാകമല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ എല്ലാം കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിനി ഇതിൽ മുളക് പൊടിയോ ഉപ്പോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തിടണം. അപ്പോൾ നമ്മൾ വറുത്തെരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. വറുത്തെരിശ്ശേരിക്കാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ കറിക്ക് നല്ലൊരു സ്വാദും ടേസ്റ്റും ഒക്കെ കിട്ടുക. സൺഫ്ലവർ ഓയിൽ പോലുള്ള ഓയിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ നാടൻ കറികൾ വെക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റി ആവില്ല. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 1 ടീസ്പൂൺ അളവിൽ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിരകിയ തേങ്ങ നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തേങ്ങയൊക്കെ കളറൊക്കെ മാറി നല്ല മൂത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ വറുത്ത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എരിശ്ശേരിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ എരിശ്ശേരിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്നും കൂടെ നമ്മുടെ കറി ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ എരിശ്ശേരി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. പലരും പല സൈഡുകളിൽ, അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ പലയിടത്തും പല രീതിയിലാണ് വെക്കുന്നത്. ചിലയിടത്ത് മത്തങ്ങ ഉപയോഗിക്കും, ചിലയിടത്ത് ചേന ഉപയോഗിക്കും, ചിലയിടത്ത് പച്ചക്കായ ഉപയോഗിക്കും. പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷേ മത്തങ്ങ എരിശ്ശേരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം.